ലിവർപൂൾ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് ഓക്കെ, നമ്മൾ റൈവൽസാണ്, ഒക്കെ ശരി. പക്ഷെ നിങ്ങൾ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്ന ടീമല്ലേ, അല്ലെങ്കിൽ ക്ലബ്ബല്ലേ? ആർനെ സ്ലോട്ട് മെഷീൻ ATM മെഷീൻ പോലെ വർക്കാവെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞ സീസണിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? എന്നിട്ട് നിങ്ങൾ 600, 700, 500 മില്യൺ മുടക്കി കുറേ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന് എന്ന് പേരുള്ള പ്ലേയേഴ്സിനെ കൊടുത്തിട്ട് ഫ്ലേവർ ബേസിൽ വെള്ളം ഒഴിച്ചാൽ പോലും പൂക്കൾ വിടരാത്തൊരു ഫ്ലേവർ ബേസ്, മിസ് കോൾ അടിക്കാൻ വേണ്ടി മാത്രം മിസ്സാക്കുന്ന ഒരു ഇസാക്ക്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതിപ്പോൾ ഞങ്ങൾക്ക് തലവേദനയല്ലേ? നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ ടോപ്പ് 4 കയറാൻ വേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിച്ച ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളത് ടോപ്പ് 4 കയറാൻ നിൽക്കുന്നു ഞങ്ങളുടെ അണ്ടറിൽ. ഇപ്പം ഞങ്ങൾക്കെതിരെ കോമ്പറ്റീഷൻ. അല്ലെങ്കിൽ ദുരിതം പിടിച്ച കുറേ ടീമിനെ കൊണ്ട് ഞങ്ങൾ കോമ്പറ്റീഷനാണ്. അതിനിടെ കൂടെ ഇപ്പം നിങ്ങളുടെ ടൈറ്റിൽ ചാർജ് എവിടെ? 11 കളി കഴിയുമ്പോൾ ഞങ്ങളുടെ താഴെയാണ് നിങ്ങൾ. ഇതാ എൻ്റെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മോളിക്ക് നോക്കുക. വാട്ട് ഈസ് ദിസ്? ഷെയിം ഓൺ യു. എന്താണിത്? ഇപ്പം നിങ്ങൾ ടൈറ്റിൽ ചാലഞ്ചിന് നിൽക്കുന്ന ടീമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓക്കെ ടോപ്പ് 4 ഞങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ നോക്കുന്നത്. ഒന്നെങ്കിൽ ഒരു മരണം കുറഞ്ഞു കിട്ടില്ല വെച്ചിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ടോപ്പ് 4 കോമ്പറ്റീഷനാണ് നിങ്ങൾ നടക്കുന്നത്. ടോപ്പ് 4 കയറിയ ഭാഗ്യം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. അല്ല, പറയാതിരിക്കാൻ വയ്യ, സങ്കടം കൊണ്ട് പറയാണ്. പുച്ഛമല്ല, സങ്കടമാണ്. കാരണം നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ പുച്ഛിക്കാൻ തോന്നുന്നില്ല, ഇപ്പോൾ സങ്കടം മാത്രമേ തോന്നുള്ളൂ. റെലിഗേഷൻ ഫോമിലാണ്. ഇത് ഞങ്ങൾക്ക് തലവേദനയാണേ. നിങ്ങളൊന്ന് കയറി മോളിപ്പോ ടൈറ്റിൽ ചാലഞ്ചിൽ പോ. എന്നാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖകരമായിട്ട് അറ്റ്ലീസ്റ്റ് ടോപ്പ് 4 നമുക്ക് ടോപ്പ് 5 ക്വാളിഫൈ ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി 5-6 ടീം ടോപ്പ് 4 ടോപ്പ് 5 കിട്ടാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ കുത്തിക്കയറി. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൂചി കയറ്റാൻ ഇടം കൊടുത്ത ഒലക്കി കയറുന്ന ടീംസാണ്. ഭയങ്കര മോശമായിപ്പോയി. ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന കാടുമ്പോൾ പറയാൻ കാരണം ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചു. ഒരുപാട് ഹ്യൂമിലിയേഷനായിപ്പോയി. ഓറ കാണിക്കാൻ എത്തിഹാദ് പോയിട്ട് കൂറ കളി കളിച്ച് വന്നിട്ട് ഭയങ്കര മോശമായിപ്പോയി. ആസ് എ റൈവൽ ഫാൻ ഭയങ്കര മോശമായിപ്പോയി. ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തേ ഇല്ല. അത് ഞങ്ങളുടെ താഴെ പോകുന്നുള്ളത്. ടു ബാഡ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നിങ്ങളും കൂടി ടോപ്പ് 4 ബാറ്റിൽ ഞങ്ങളുടെ കൂടെ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞങ്ങൾക്ക് ടോപ്പ് 4 കിട്ടുമെന്ന് അറിയാനുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ കിടക്കുന്നത് ഞങ്ങളുടെ താഴെ വേറൊന്നും കൂടി, ലിവർപൂൾ. ഇപ്പോൾ നിങ്ങളാലോചിക്കും നിങ്ങൾക്ക് ടോപ്പ് 4 കിട്ടുമെന്നുള്ളത്. എന്തായാലും നമുക്ക് യുണൈറ്റഡ് ഫാൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് ടോപ്പ് 4 കിട്ടുമോ? അതാണ് നമ്മുടെ ചോദ്യം. സോ ലെറ്റ്സ് കം ടു ദാറ്റ് വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. അപ്പോൾ നമ്മൾ ലിവർപൂളിനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്തിലാവട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ടോപ്പ് 4 സാധ്യതകൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊരു 2-3 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആരുടെ കളിച്ച ടോട്ടനാമിനായിട്ട് നമ്മൾ എവേ ഗ്രൗണ്ടിൽ പോയിട്ട് സമനിലയായി. അതിന് മുമ്പത്തെ കളിയും സമനിലയായി. അതിന് മുമ്പ് നമ്മൾ 3 കളി അടുപ്പിച്ച് ജയിച്ചു. സോ ലാസ്റ്റ് 5 ഗെയിംസിൽ നമ്മൾ സത്യം പറഞ്ഞാൽ 11 പോയിന്റ്സ് ഫ്രം 15 ആരും പ്രതീക്ഷയല്ല. വിച്ച് ഈസ് എ ബിഗ് ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പോൾ ഈ ടീമിനൊന്ന് ക്ലിക്കായി വരുന്നു, അല്ലെങ്കിൽ ടീമൊന്ന് ഇമ്പ്രൂവ് ആവുമെന്ന് വെച്ചിട്ട് ഇറ്റ്സ് എ ബിഗ് ഇംപ്രൂവ്മെൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ കോച്ചിനുള്ള അമോറിനുള്ള പ്രഷർ കുറയുന്നു. ടീം ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ വിന്നിങ്, അല്ലെങ്കിൽ ടീം ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ നോട്ട് ലൂസിങ് ദ ഗെയിം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 കളി എടുത്തു കഴിഞ്ഞാൽ ചില മീഡിയാസ് അല്ലെങ്കിൽ ചില ഫാൻ ചാനൽസ് ഒക്കെ പറയുന്നുണ്ട് വി ആർ ബാക്ക് ടു സ്ക്വയർ 1, അല്ലെങ്കിൽ ടോപ്പ് 4 ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് അതർ ടീംസ് ആർ ആക്ച്വലി പെർഫോമിങ്. പാസ്റ്റമിൽ കയറി വരുന്നു, അങ്ങനത്തെ നോട്ടിംഗം ഫോറസ്റ്റ് ജയിച്ചു വരുന്നു. സോ അങ്ങനത്തെ ടീമൊക്കെ ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രീമിയർ ലീഗ് ടഫ് ആവും. പിന്നെ കളികൾ ജയിക്കാൻ ബുദ്ധിമുട്ടാവും, വിച്ച് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം ജയിക്കേണ്ട കളി പോയിട്ട് സമനിലയായി കഴിഞ്ഞാൽ ആർക്കാലും അതൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വോണ്ടഡ് ടു സീ ലൈക്ക് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് ആണല്ലോ, ആ ബ്രേക്കിന് മുമ്പ് വരെയുള്ള ലാസ്റ്റ് മാച്ച് വരെ വെയിറ്റ് ചെയ്യാൻ കാരണം ഐ വോണ്ടഡ് ടു സീ ഹൗ ദ പ്രീമിയർ ലീഗ് ഈസ് ഡെവലപ്പിംഗ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ദിസ് പ്രീമിയർ ലീഗ് ഈസ് ഗോയിങ് ടു ബി ഒരു ഗെസ് വർക്ക് ആയിരിക്കും എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ദ 1 and 2 ഫസ്റ്റ് മേ ബി ആർസണൽ ഓർ സിറ്റി ഓർ ആർസണൽ, ആ 2 പൊസിഷൻ ഒഴികെ
ബാക്കി ഏത് പൊസിഷനിൽ ആൾക്കാർ എങ്ങനെ ഏത് ടീം എവിടെ എത്തുന്നുള്ളത് ആർക്കും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി വൂൾവ്സ് മേ ഗെറ്റ് റെലിഗേറ്റഡ് ഇല്ല എന്ന് പറയുന്നില്ല, ദേ ഹാവൻ വൺ എനി ഗെയിം. പക്ഷെ ബാക്കി ടീംസിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല ഏത് ടീം എവിടെ ഫിനിഷ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ആസ് എ യുണൈറ്റഡ് ഫാൻ ദിസ് ലീഗ് ഈസ് വൈഡ് ഓപ്പൺ ഫോർ us. നമുക്ക് വേണമെങ്കിൽ 3rd ഫിനിഷ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ 10th ഫിനിഷ് ചെയ്യാം. ആ ഒരു അവസ്ഥയിലാണ് ഈ ലീഗ് നിൽക്കുന്നത്. അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. ക്യാൻ വി ഗെറ്റ് ടോപ്പ് 4? ഇൻ മൈ ഒപ്പീനിയൻ ദർ ഇസ് എ ഹൈ ചാൻസ് വി ക്യാൻ ഗെറ്റ് ടോപ്പ് 4. എൻ്റെ ഒപ്പീനിയനാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോകുമ്പോൾ ആഫ്റ്റർ 11 ഗെയിംസ് നമ്മളിപ്പോൾ 7th ആണുള്ളത്. നമ്മുടെ താഴെ ആരാ കിടക്കുന്നത്? ലിവർപൂളാണ്. ലിവർപൂൾ വെർ ഗോയിങ് ഫോർ ടൈറ്റിൽ ചാർജ്. അവർ ഫസ്റ്റ് 5 ഗെയിം കഴിയുമ്പോൾ ടോപ്പ് ഓഫ് ദി ലീഗ് ആയിരുന്നു. ആഫ്റ്റർ 11 ഗെയിംസ് ദേ ആർ 8th. ഗോൾ ഡിഫറൻസിലാണ് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ 8th. ഇങ്ങനത്തെ ഒരു ലീഗ് ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ആരും ഇങ്ങനത്തെ ഒരു ലീഗ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ ഞാൻ അതിലോട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ക്യാൻ വി ഗെറ്റ് ടോപ്പ് 4? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കി യുണൈറ്റഡ് ഫാൻസിനും സാധാ ഫുട്ബോൾ ഫാൻസിനും നോർമൽ ഫുട്ബോൾ ഫാൻസിനും നിങ്ങൾ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, ഇപ്പോൾ ഈ ടോപ്പ് 4 സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീസൺ തുടങ്ങുന്നതായിട്ടും എൻ്റെ എക്സ്പെക്ടേഷൻ മെയിൻലി ടോപ്പ് 6, ടോപ്പ് 7, ടോപ്പ് 6 ആയിരുന്നു, യൂറോപ്യൻ സ്പോട്ട് ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ ഈ ഒരു പ്രീമിയർ ലീഗ് ഡെവലപ്പ് ചെയ്യുന്ന വെച്ചിട്ട് ഐ ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു വിൻ ദ പ്രീമിയർ ലീഗ്, ഐ ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു ഗെറ്റ് റെലിഗേറ്റഡ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു ഗെറ്റ് യൂറോപ്യൻ സ്പോട്ട്. ആർക്കും എന്തും കിട്ടാം. കാരണം ഞാനിപ്പോൾ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ, സോ ലെറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ടേബിളിൽ കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. സോ ഞാനിവിടെ ഫുഡ് മോബ് പറഞ്ഞൊരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. സോ ഷൗട്ട് ഔട്ട് ടു ഫുഡ് മോബ്. അവരുടെ സംഭവമൊക്കെ അടിപൊളിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അവരുടെ ഗൂഗിളിൽ നിന്നല്ല, ഞാൻ ഈ ഫുഡ് മോബിൻ്റെ ടേബിൾ നിന്നാണ് എടുക്കുന്നത്. കാരണം ഇതിൽ XG കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഗ്രാഫിക്സിൽ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ? നമ്മൾ കിടക്കുന്ന 7ാമത്, 11 കളി കഴിഞ്ഞപ്പോൾ 5 വിൻ, 3 ഡ്രോസ്, 3 ലോസസ്. നമ്മുടെ ഗോൾ ഡിഫറൻസ് +1 ആണ്, കുഴപ്പമില്ല, 18 പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ആകെ 4 പോയിൻറ്റ്സ് ഡിഫറൻസ് ആണ് നമുക്ക് സെക്കൻഡ് പൊസിഷൻ ആയിട്ടുള്ളൂ. ടോപ്പ് 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 1 പോയിൻറ്റ് ഡിഫറൻ്റ് ആണ് ടോപ്പ് 4 ആയിട്ട് നമ്മളുള്ളൂ. ഇത് എന്താ പറയുക, ഐ ഡോണ്ട് നോ. ഇപ്പോൾ ഹോം റെക്കോർഡ് എടുത്താൽ നമ്മൾ ആക്ച്വലി 7th ആണ്. ഹോം റെക്കോർഡ് എടുത്താൽ നമ്മൾ 7th ആണ്. എവേ റെക്കോർഡ് എടുത്താൽ നമ്മൾ 7th ആണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ എന്താ പറയുക, 7th ഉള്ളത് കറക്റ്റ് പൊസിഷനാണ്. ഇനി നമുക്ക് XGയിലോട്ട് പോകാം. XGയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഓവർ പെർഫോം ചെയ്യണം ഇപ്പോൾ. അതായത് നമ്മൾ ആക്ച്വലി നിൽക്കേണ്ടത് 8th ആണ്. XG ഗോൾസ് എക്സ്പെക്റ്റഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കേണ്ടത് 8th ആണ്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ നമുക്ക് 2 പോയിൻറ്റ് എക്സ്ട്രാ ഉണ്ട്. ഇവിടെ 16 കിട്ടേണ്ടത് നമുക്ക് 18 ഉണ്ട്. സോ ബേസിക്കലി വി ആർ ഓവർ പെർഫോമിങ് അവർ XG. നമ്മൾ ആക്ച്വലി ഇത്രയും കാലം അണ്ടർ പെർഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓവർ പെർഫോം ചെയ്തപ്പോൾ നമ്മൾ 7th എത്തി. ഇതിൽ ഏറ്റവും വലിയ കോമഡി ഇവിടെ ആസ്റ്റൺ വില്ല ആക്ച്വലി നിൽക്കുന്നത് 18ാമതാണ് XG എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അവർ XGനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ഗെയിംസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കുന്നത് 6th ആണ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ. ഇനി ലാസ്റ്റ് 5 മാച്ചസ് നമുക്കറിയാം നമ്മൾ 3 വിൻസ് ആൻഡ് 2 ഡ്രോസ് ആയിരുന്നു. ഇതിൽ നമ്മുടെ ഗോൾ ഡിഫറൻസ് +5 ആണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്മൾ ലോസ് ചെയ്തിട്ടില്ല. ഇത്രയും ടൈറ്റിൽ ചാർജിലുള്ള ലിവർപൂൾ ആക്ച്വലി റെലിഗേഷൻ ഫോമിനല്ല ലാസ്റ്റ് 5 ഗെയിം എടുത്തു കഴിഞ്ഞാൽ. ഇത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനി ലോസ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 5 ഗെയിംസിൽ നമ്മളും ആർസണലും മാത്രമാണ് ഒരൊറ്റ ലോസ് ഇല്ലാത്തത്. ബാക്കി എല്ലാ ടീംസിനും അറ്റ്ലീസ്റ്റ് 1 ലോസ് ലാസ്റ്റ് 5 ഗെയിംസിലുണ്ട്. സോ ലാസ്റ്റ് 5 ഗെയിംസ് എടുക്കുകയാണെങ്കിൽ വി ആർ ആക്ച്വലി ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആർസണലിൻ്റെ കൂടെയാണ് റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫിക്സ്റ്റേഴ്സിലോട്ട് പോവാം. ഫിക്സ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ഗെയിം വരാൻ പോകുന്നത് എവർട്ടനാണ്. എവർട്ടൻ്റെ മാച്ചിന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ഗോൾസ് പെർ മാച്ചാണ്. നമുക്ക് ആക്ച്വലി 1.7 അവർക്ക് 1.9 ആണ്. പക്ഷേ നമ്മുടെ ഗോൾസ് കൺസിഡർ കൂടുതലാണ്. അതാണ് എൻ്റെ ഒരു ടെൻഷൻ. അവിടെ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ കളി ആക്ച്വലി സമനിലയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിലോട്ട് ഞാൻ പിന്നെ വരാം. നമ്മൾ ടേബിളിലോട്ടൊന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. നമ്മൾ 7th നിൽക്കുന്നുണ്ട്. ഈ പ്രീമിയർ ലീഗ് ഇസ് വൈഡ് ഓപ്പൺ. ഇതിൽ ആർക്കും ടോപ്പ് 4 കയറാം. അതായത് ഇപ്പോൾ ഞാനിവിടെ ടേബിൾ നോക്കുകയാണെങ്കിൽ
സ്റ്റാർട്ടിങ് ഫ്രം ചെൽസി, ഓക്കെ സിറ്റി ആഴ്സണൽ വിട്, സ്റ്റാർട്ടിങ് ഫ്രം ചെൽസി ടിൽ ലെറ്റ്സ് 12th കിടക്കേണ്ട ബ്രെൻഫോർഡ്, 12th കിടക്കുന്ന ബ്രെൻഫോർഡ്, അവർക്ക് 16 points ആണല്ലേ. ഇതിൽ ആർക്കും ടോപ്പ് 4 കയറാൻ പറ്റും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു ഞാൻ കാണുന്നൊരു സംഭവം, ഇത് സ്റ്റാറ്റായിട്ട് പറയില്ല, പക്ഷെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 77% ഓഫ് ഹൗ ദ ടേബിൾ സ്റ്റാൻഡ്സ്, ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഒരു 10-11 ഗെയിംസ് കഴിയുമ്പോൾ എങ്ങനെയാണോ ടേബിൾ നിൽക്കുന്നത്, 77% അതേപോലെ ആയിരിക്കും ടേബിൾ ഫിനിഷ് ചെയ്യുക പ്രീമിയർ ലീഗ് എൻഡ് ആകുമ്പോൾ. പൊതുവെ 77%, അതിൽ 23% ബാക്കി വേറെ സംഭവിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷേ 77% ഇങ്ങനെയായിരിക്കും ഈ നിൽക്കുന്ന പോലെ ചിലപ്പോൾ ടേബിൾ ഫിനിഷ് ചെയ്യുക. ഇതിൽ മേ ബി ഒരു ടീം അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇറങ്ങാമെന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഇതൊരു അഡ്വാൻറ്റേജിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ പ്ലേയിങ് ഓൺലി 1 game per week. ബാക്കി ഇതിൽ ഒട്ടുമിക്ക ടീംസിന് യൂറോപ്യൻ ഫുട്ബോൾ ഉണ്ട്. ഐ തിങ്ക് അൺടിൽ ഇൻക്ലൂഡിങ് ക്രിസ്റ്റൽ പാലസ്, ലിവർപൂൾ, ആസ്റ്റൺ വില്ല, ടോട്ടൻഹാം, ചെൽസി, സിറ്റി, ആഴ്സണൽ, ഐ തിങ്ക് ബ്രൈറ്റൺ ഓൾസോ പ്ലേസ് യൂറോപ്യൻ ഫുട്ബോൾ. ഇങ്ങനത്തെ എല്ലാ ടീമിനും യൂറോപ്യൻ ഫുട്ബോൾ ന്യൂകാസിലുണ്ട്. നമുക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ 1 game per week ഉള്ളൂ. സോ ഐ തിങ്ക് വി ഹാവ് എ റിയലി ഗുഡ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടോപ്പ് 4 എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ശരിയാണ്, ആഫ്കോൺ വരുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈവൻ ദെൻ ഐ എം പ്രിറ്റി കോൺഫിഡൻറ്റ്, ഈ പ്രീമിയർ ലീഗ് പോകുന്ന വെച്ചിട്ട് ഐ എം പ്രിറ്റി കോൺഫിഡൻറ്റ് വി ക്യാൻ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ദിസ് പ്രീമിയർ ലീഗ്. കാരണം ഞാനിപ്പോൾ ഇന്നലത്തെ ലിവർപൂൾ സിറ്റി കളി കണ്ടപ്പോഴും ഐ വാസ് എക്സ്പെക്ടിങ് എ ന്യൂട്രൽ മാച്ച്, ഒരു 2-2, 1-1 ഡ്രോ. പക്ഷേ ദ വേ സിറ്റി ഔട്ട് പെർഫോംഡ് ലിവർപൂൾ, ഇറ്റ്സ് അമേസിങ്. ലൈക്ക് ആസ് ഇൻ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു ലീഗ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇത് കണ്ടിട്ട്, ഈ ടേബിളിനോട് ഭയങ്കര കൺഫ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ബ്രേക്കിൽ പോകുമ്പോൾ നമ്മൾ 7th ആണ്, ലിവർപൂൾ ഇസ് അണ്ടർ അസ്. നമ്മൾ ആരെങ്കിലും ലെറ്റ്സ് സേ നമ്മൾ സീസൺ തുടങ്ങുന്നതായിട്ട് മുമ്പ് ഇഫ് എനിവൺ പ്രെഡിക്റ്റഡ് ദിസ്, അയാൾക്കൊരു ലോട്ടറി അടിച്ച പോലത്തെ ഒരു എമൗണ്ട് കൈ കൊടുക്കണം. കാരണം നോബഡി വുഡ് ഹാവ് പ്രെഡിക്റ്റഡ് ദിസ്, യുണൈറ്റഡ് വിൽ ബി അബവ് ലിവർപൂൾ എന്നുള്ളത് നവംബർ ആഫ്റ്റർ 11 games, നവംബർ ഇന്റർനാഷണൽ ബ്രേക്കിൽ പോകുമ്പോൾ. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇത് കോമഡി ആണോ അതോ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പറഞ്ഞതാ. കാരണം ദിസ് ലീഗ് ഇസ് വൈഡ് ഓപ്പൺ ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ വേറെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ കുറച്ച് ഫാൻ ചാനൽസിലൊക്കെ കണ്ടു, ലൈക്ക് നമ്മൾ 2 കളി ഡ്രോ ആയപ്പോൾ കുറേ നെഗറ്റിവിറ്റി കയറി വരുന്നു. അമോറിൻ സിസ്റ്റം വർക്കാവുന്നില്ല, സെസ്കോ ഫ്ലോപ്പാണ്, ഇയാൾ ഫ്ലോപ്പാണ്, ഡോർഗ് ഫ്ലോപ്പാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം നമ്മൾ നമ്മുടെ പ്ലേയേഴ്സിനെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻ മൈ ഒപ്പീനിയൻ. കാരണം മേ ബി 1 or 2 matches ഇഫ് സെസ്കോ ക്യാൻ സ്കോർ 1 or 2 goals ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് മേ ബി ചിലപ്പോൾ ഹെൽപ്പ് അയക്കാം നമുക്ക്. അതുമാത്രമല്ല, സെസ്കോൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിൽ മേ ബി ആഫ്റ്റർ ഡിസംബർ ജനുവരിയിലൊക്കെ ആഫ്കോൺ ആ സമയത്തൊക്കെ വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. ഇഞ്ചുറി ചെറുതാണെങ്കിൽ, ഐ ഡോണ്ട് നോ ഹൗ ബിഗ് ഈസ് ഹിസ് ഇഞ്ചുറി, നീ ഇഞ്ചുറി ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും സെസ്കോൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെയായിരുന്നു ലീഗ് പോയിരുന്നെങ്കിൽ, ഇപ്പം നമ്മളൊരു 8th or 9th ആണ്, പക്ഷെ നമ്മൾ ടോപ്പ് 4 ആയിട്ട് ഒരു 5-6 points ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സെഡ് അവർ പ്ലേയേഴ്സ് നീഡ് ടു പെർഫോം ബെറ്റർ. പക്ഷേ എനിക്ക് തോന്നുന്നത് എവറി ടീം ഈസ് പെർഫോമിങ് അറ്റ് ദ സെയിം ലെവൽ, അല്ലെങ്കിൽ എല്ലാ ടീമിൻ്റെ പ്ലേയേഴ്സും ഒരേപോലെയാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഫ്ലോറിവേഴ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർ പെർഫോമിംഗ് ആണ്. കാരണം 150 million ഒക്കെ കൊടുത്തിട്ട് ഒരു തേങ്ങ അവൻ കാണിക്കുന്നില്ല. എന്താണ് അവനൊരു ഫുട്ബോൾ ഐക്യു പോലും കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ ഗെയിം എടുത്താലും ഐ ഡോണ്ട് നോ വാട്ട് ഹി വാസ് ഡൂയിങ്. പൂരപ്പറമ്പിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ പ്ലേയേഴ്സ് അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടീമിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ഓവർ പെർഫോമിംഗ് ആണ്. ആക്ച്വലി ഹി ഈസ് ഓവർ പെർഫോമിംഗ്. അതേപോലെ തന്നെ എംബൂമോ ആക്ച്വലി പെർഫോമിംഗ്, ആൻഡ് ഐ തിങ്ക് കസമിറോ ഈസ് ഓവർ പെർഫോമിംഗ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ലീഗ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു എ ഗുഡ് ഷേപ്പ് എന്ന് ഞാൻ പറയും. ഒരു ഐ ഡോണ്ട് നോ, മേ ബി ഒരു Feb March ഒക്കെ ആകുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ടു നോ ആരാണ് റെലിഗേറ്റ് ആവുക, ആരാണ് ചാമ്പ്യൻസ് ആവുക, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അറ്റ് ദ മൊമെന്റ് ഈ ലീഗ് ഈസ് വൈഡ് ഓപ്പൺ. ആർക്ക് വേണമെങ്കിൽ ടോപ്പ് 4 കയറാം, ആർക്ക് വേണമെങ്കിൽ ടോപ്പ് 10 താഴെ പോവാം. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വെയിറ്റ് ചെയ്തതാണ്. കാരണം എനിക്കൊരു 10 game 11 game കഴിയുന്നവരെ എനിക്ക് അറിയണമായിരുന്നു എവിടെയാണ് ലീഗ് പൊസിഷൻ വരിക എന്നുള്ളത്. എൻ്റെ പ്രെഡിക്റ്റഡിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ലൈക്ക് ടോപ്പ് 4 ആയിട്ട് യുണൈറ്റഡ് ഓൺലി 1 point ഡിഫറൻസ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഫോർഗെറ്റ് ടോപ്പ് 4, നമ്മൾ ടോപ്പ് 2 ആയിട്ട് ആകെ 4 points ഡിഫറൻസ് ഉള്ളൂ. ആൻഡ് റിമെമ്പർ വി ഹാവ് പ്ലേഡ് ആഴ്സണൽ, അതേപോലെ തന്നെ സിറ്റി, ലിവർപൂൾ, ടോട്ടൻഹാം,
സണ്ടർലാൻഡ്, പിന്നെ ആരുടെ കളിച്ചുള്ള നമ്മൾ ആഴ്സണൽ, മാൻ സിറ്റി, ചെൽസി, സണ്ടർലാൻഡ്, ടോട്ടൻഹാം, ലിവർപൂൾ, യെസ്, ഇവരൊക്കെയായിട്ട് നമ്മൾ കളിച്ചു. അതായത് ഈ പറഞ്ഞ 6 ടീമും ടോപ്പ് 6 ടോപ്പ് 8 ടീംസാണ്. അതിലാകെ നമ്മൾ കളിക്കാത്തത് ഇപ്പോൾ ആസ്റ്റൺ വില്ലയായിട്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് റൺ ഓഫ് ഗെയിംസ്. പിന്നെ ഞാനൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്, ഐ ഡോണ്ട് തിങ്ക് എനി ഗെയിം ഈസ് ഗോയിങ് ടു വിൻ ഈസി ഗെയിം. ഒരു ഗെയിം ഈസി ആയിരിക്കില്ല പ്രീമിയർ ലീഗിൽ. ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു വെക്കുകയാണ്. കാരണം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ അടുത്തൊരു 5 ഗെയിം വളരെ ഈസി ആയിരിക്കും. വോൾസിനെതിരെയാണ്, ക്രിസ്റ്റൽ പാലസ് ആണ്, ബോൺമൗത്ത് ആണ്, എവർട്ടൺ ഹോമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ കളി പോകണമെന്നില്ല. കാരണം ഈ പ്രീമിയർ ലീഗ് ഷേപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിക്കാണ് ഈ പ്രീമിയർ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 5 ഗെയിംസ് എടുത്താലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ഈസി ഗെയിംസ്. പക്ഷേ ദർ ഈസ് ഹൈ ചാൻസസ് ദാറ്റ് യുണൈറ്റഡ് ക്യാൻ ഡു സംതിങ്, സം കൈൻഡ് ഓഫ് മിറക്കിൾ ആൻഡ് കം ടു ടോപ്പ് 4, ടോപ്പ് 3 ഒക്കെ. എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണ്? യുണൈറ്റഡ് ടോപ്പ് 4 കയറാൻ പറ്റുമോ? ബൈ എൻഡ് ഓഫ് ഡിസംബർ നമ്മൾ എവിടെയായിരിക്കും ഫിനിഷ് ചെയ്യുക? ബൈ എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സീസൺ നമ്മൾ എവിടെയായിരിക്കും ഫിനിഷ് ചെയ്യുക? ഇപ്പോഴത്തെ ഞാനിപ്പോൾ കാണിച്ചത് XG, അതുപോലെ തന്നെ നമ്മുടെ എവേ റെക്കോർഡ്, ഹോം റെക്കോർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വേർ ഡു യു തിങ്ക് യുണൈറ്റഡ് വിൽ ഫിനിഷ്? ക്യാൻ വി ഗെറ്റ് ടോപ്പ് 4? അതല്ല എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമോ ഈ സീസണിൽ യുണൈറ്റഡിന്? ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രാറ്റ്ഫോർഡ് സിഗ്നൽ. See you on the next video.